അസിസ്റ്റന്റ് മാനേജേഴ്സായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠർ, മുന്നിരായ മാതാപിതാക്കളെ, സംപൂജ്യരായ ഗുരുക്കന്മാരെ, നിങ്ങൾക്ക് ക്രിസ്തുനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരിക്കൽ കൂടി പരിശുദ്ധവും പരിപാവനവുമായ ഈ ദേവാലയത്തിൽ ഈ പുണ്യ സ്മൃതി ഉറങ്ങുന്ന ഈ ചരിത്ര നിമിഷത്തിൽ, ചരിത്രത്തിൻ്റെ മുന്നിൽ വന്ന് ദൈവവചന ശുശ്രൂഷ നിർവഹിക്കുവാൻ തക്കവണ്ണം അവസരവും ഭാഗ്യവും ലഭിച്ച അദ്ദേഹം ദൈവകൃപയെ ഓർത്ത് മഹത്വപ്പെടുത്തുന്നു. അതിനുവേണ്ടി ക്ഷണിച്ച നിരായ അവകാശന്മാരോടും വൈദിക ശ്രേഷ്ഠരോടുമുള്ള അഗൈതവുമായ നന്ദി നമുക്കുമായി സമർപ്പിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച ദിവസം പരിശുദ്ധ സഭയിൽ ഉപവാസത്തിൻ്റെ ദിവസങ്ങൾ ദൈവവുമായി ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന ഒരു വലിയ നിമിഷത്തിലാണ് നമ്മളേവരും ഈ ദേവാലയത്തിൽ വന്ന് പങ്കുചേരുന്നത്. ഈ ദേവാലയത്തിൽ മാത്രമല്ല, നമ്മുടെ വ്യക്തിപരമായ ആരാധനകൾ നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദൈവസംസർഗത്തിൻ്റെ അനുഭവം വളരെ അമൂല്യമാണ് എന്നുള്ളത് സംശയം പറയാൻ കഴിയും. ആധുനിക ലോകത്ത് നാം ഇന്ന് ജീവിക്കുമ്പോൾ സമാധാനം നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ സമാധാനം നഷ്ടപ്പെടുന്ന ഓരോ സാഹചര്യങ്ങളിലും വന്ന് ജീവിക്കുകയാണ്. ഇവിടെ എനിക്കും നിങ്ങൾക്കും മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു വെളിച്ചം അനിവാര്യമാണ്. എനിക്കും നിങ്ങൾക്കും മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു വെളിച്ചം വളരെയധികം അത്യാവശ്യം. എന്നാൽ നമ്മളൊക്കെയും ചിന്തിക്കും, പകൽ വെളിച്ചത്തിൽ നടക്കുന്നവരല്ലേ നമ്മളോരോരുത്തർ. സൂര്യൻ അത്യുജ്വലമായി പ്രകാശിച്ചു നിൽക്കുന്ന ഈ ഭൂമിയിൽ വെളിച്ചം നഷ്ടപ്പെട്ടോ എന്ന് ചിന്തിക്കാം. ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചോളം അവന്റെ ജീവിതത്തിൽ വെളിച്ചത്തിന് ഒരു വലിയ പ്രാധാന്യമാണ്. ഭൗതികമായി ഈ ലോകത്തിൽ നടക്കുക, ജീവിക്കുക എന്നത് മാത്രമല്ല, ആ വെളിച്ചത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം വെളിച്ചമായി തീരുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വവും കർമ്മവും ഈ സമൂഹത്തിൽ കാഴ്ചവെക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന സ്വഭാവങ്ങളിൽ ഒന്നാണ്. അടിസ്ഥാന തത്വമാണ് അത്. നമ്മൾ വെളിച്ചത്തിൽ നടക്കുക മാത്രമല്ല, നമ്മൾ വെളിച്ചമായി തീരുക എന്നുള്ളത് ഒരു വലിയ ആത്യന്തികമായ ലക്ഷ്യമാണ് എന്നുള്ളത് നാം വിസ്മരിച്ചു. യേശുക്രിസ്തു നമ്മുടെ ഇവിടെയായ സ്വർഗത്തിലെ ദൈവം ഈ വെളിച്ചത്തെക്കുറിച്ച് ഒരുപാട് തലങ്ങളിൽ, ഒരുപാട് പ്രാവശ്യം, പല അർത്ഥതലങ്ങളിലൂടെ, ഉപമകളിലൂടെ നമ്മോട് സംസാരിക്കണം. പ്രത്യേകിച്ച് ഈ മണ്ണിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ
മനസ്സ് ഒരുപാട് നൊമ്പരപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് മാനസികമായി ഒരുപാട് തളർന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഇവിടെയുണ്ട് എന്നെനിക്കറിയാം. വിവിധ രോഗങ്ങളാൽ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനം ഇവിടെയുണ്ട് എന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ടവരുടെ വേദനകൾ ഒരുപാട് ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുന്ന ഹൃദയങ്ങൾ ഇവിടെയുണ്ട് എന്ന് എനിക്കറിയാം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ദേഹോപയോഗം, ഈ ലോകത്തു നിന്നുള്ള വേർപാട് നമ്മളെ ഒരുപാട് ഒറ്റപ്പെടുത്തി നിൽക്കുന്ന, ശൂന്യമാക്കി നിൽക്കുന്ന അനുഭവത്തിൽ വേദനപ്പെട്ടിരിക്കുന്നവർ ഇവിടെയുണ്ട് എന്നതിന് മക്കളുടെ പഠനം എങ്ങും എത്താതെ നിൽക്കുമ്പോൾ, മക്കളുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ മുറിവേറ്റ് നിൽക്കുന്ന മാതാപിതാക്കൾ ഇവിടെ വന്നിരുന്ന് കണ്ണുനീരൊഴുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പെൺമക്കളുടെ വിവാഹം അല്ലെങ്കിൽ ആൺമകന്റെ വിവാഹം സമയത്ത് നടക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ, അതിനെന്തൊക്കെയോ തടസ്സങ്ങളുണ്ടാകുമ്പോൾ ഈ പുണ്യഭൂമിയിലേക്ക് വന്ന് നെഞ്ചുപൊട്ടി കരയുന്നത് പലപ്പോഴും കാണുവാനും അറിയുവാനും സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ വിശുദ്ധ ഭൂമി ഓരോ മനുഷ്യന്റെയും വ്യക്തി ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ഒക്കെ നിലവിളി ശബ്ദം ഉയരുന്ന ഒരു വലിയ ഭൂമിയാണ് എന്നുള്ളത് നാം തിരിച്ചറിയാം. ക്രൈസ്തവ ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ തടസ്സമായി നിൽക്കുന്ന ഇതുപോലെയുള്ള ചില നൊമ്പരങ്ങൾ ജീവിതത്തിൽ പതിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വ്യക്തിപരമായ പല നിരാശകൾ സംഭവിച്ചിട്ടുള്ളവരുടെ നമ്മുടെ അറിവിലും പരിചയത്തിലുമുള്ള പല ഹൃദയങ്ങൾ ഇവിടെ സന്നിഹിതരെല്ലാവരും ഈ വിഭാഗത്തിൽ പെടുന്ന നൊമ്പരപ്പെട്ട് കഴിയുന്ന അനുഭവമുണ്ട്. അവിടെയൊക്കെ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ, ജീവിതത്തിന് എന്തെങ്കിലും പ്രത്യാശയുണ്ടോ എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സാധ്യതകളെക്കുറിച്ച്, ദൈവകൃപകളെക്കുറിച്ച്, ദൈവ അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു സാക്ഷ്യം ഈ ലോകത്തിന് കൊടുക്കേണ്ടി വരും. നമ്മുടെ പ്രയാസങ്ങളുടെയും നൊമ്പരങ്ങളുടെയും നടുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സാധ്യതകളെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കുവാനും അതിലൂടെ വളരുവാനും കഴിയുമ്പോൾ പ്രശ്നങ്ങളെ ചാലുകീറി ഒഴിച്ചു മാറ്റിവിട്ട് അതിനപ്പുറത്തേക്കുള്ള വെളിച്ചത്തെ നമുക്ക് മനസ്സിലാക്കുവാനും കരഗതമാക്കുവാനും കഴിയുമ്പോൾ ജീവിതം അർത്ഥപൂർണമാവുകയാണ്, ഫലഭൂയിഷ്ഠമാവുകയാണ്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് വിളക്കിനെ കുറിച്ചും വെളിച്ചത്തെക്കുറിച്ചും വളരെ വ്യക്തമായി ഒരു അധ്യായത്തിലൂടെ പ്രകീർത്തിക്കുന്നുണ്ട്. 11-ാം അധ്യായം, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം, അതിന്റെ 33 മുതലുള്ള ഭാഗം. അവിടെ ഇപ്രകാരം നാം വായിക്കാം: വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ അറയിലോ വയ്ക്കാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. ശരീരത്തിന്റെ വിളക്ക് കണ്ണാണ്. കണ്ണ് ചുവന്നതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിക്കുന്നു. ദോഷമുള്ളതാകണോ ശരീരവും ഇരുട്ടിലുള്ളത് തന്നെ. ആകയാൽ നിന്നിലുള്ള വെളിച്ചം
ഒന്ന് പ്രതിപാദിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. വെളിച്ചങ്ങൾ നഷ്ടമാകുന്നത് എവിടെ? വെളിച്ചത്തെ തിരിച്ചറിയുവാൻ കഴിയുന്നത് എവിടെ? ഒരു ചതുരത്തിലെ പപ്പടം നഷ്ടപ്പെട്ട സ്ത്രീയുടെ വില നമുക്കറിയാം. അവൾ വീട് മുഴുവൻ അടിച്ചുവാരി സൂക്ഷിച്ചു നോക്കുകയാണ്. വിളക്ക് കൊളുത്തി, അവളുടെ വീട്ടിലെ വിളക്ക് കൊളുത്തിയതിനു ശേഷം വീട് മുഴുവൻ അരിച്ചുവാരി അത് നേടിയെടുക്കുവാനായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ്. വീട്ടിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ സാധ്യതകൾ ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്ന സ്വത്താണ് ചതുരത്തിലെ പപ്പടം, അല്ലെങ്കിൽ ചെറിയ സമ്പാദ്യം. ഇത് അവളുടെ ഭവനത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയി. വീട് മുഴുവൻ അവൾ വൃത്തിയാക്കി അതൊക്കെ എവിടെയാണ് കളഞ്ഞുപോയതിനെ കുറിച്ച് ഒരന്വേഷിക്കുന്ന ഒരു സ്ത്രീയുടെ ഉപമ നമുക്ക് വേദഭാഗത്ത് നിന്ന്, വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലും വീട്ടിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകുന്ന സാധ്യതകളുണ്ട്. വീട്ടിലെ വലിയ സാധ്യതകളാണ് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ. വീട്ടിലെ സാധ്യതകളാണ് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ. വീട്ടിലെ സാധ്യതകളാണ് നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മറ്റവർ, ഇടയവർ. കുടുംബാന്തരീക്ഷത്തിൽ കഴിയുന്ന ഈ സാധ്യതകൾ ചിലപ്പോഴൊക്കെ നഷ്ടമാകുന്നതില്ലേ എന്ന് നാം ചിന്തിച്ചറിയണം. മാതാപിതാക്കൾ നഷ്ടപ്പെടുന്ന മക്കളുടെ ജീവിതം അർത്ഥശൂന്യമായി മാറുകയും ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഏറ്റവും വലിയ അപജയം ഈ മൂല്യബോധത്തിൽ ജീവിക്കാനുള്ള ഒരു തലമുറ വളർന്നു വരുന്നു എന്നുള്ളതാണ്. ജീവിത സാഹചര്യങ്ങളിലെല്ലാം ഇങ്ങനെയുള്ള ചില കാഴ്ചപ്പാടുകൾ വളർത്തിയെടുക്കുകയും അനുഗ്രഹമായി തീരുന്ന സാധ്യതകളെ അങ്ങേയറ്റം അവസരം നഷ്ടപ്പെടുത്തി ശാപമാക്കി മാറ്റുന്ന ചില താലന്തുകളെ നമ്മൾ ഇവിടെ സൃഷ്ടിച്ച് ഉണ്ടാക്കുകയാണ്. യേശുക്രിസ്തു പറയുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. വിശുദ്ധനായ മത്തായി സുവിശേഷം അത് രൂപപ്പെടുത്തിയെടുക്കുന്നു. 5-ാമത്തെ അതിന്റെ 13-ാമത്തെ വാക്യം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പ് കാലമില്ലാതെ പോയാൽ അതിന് എന്തോ കൊണ്ട് രസം വരുന്നത്. നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉപ്പിന്റെ അംശമില്ലാതെ ഒരു ഭക്ഷണ പദാർത്ഥം നമ്മൾ ഉണ്ടാക്കുന്നില്ല. അത് രുചി പകരുവാൻ തക്കവണ്ണം വേണ്ടുന്ന വിധത്തിലുള്ള രുചി ഉണ്ടാക്കിയെടുക്കുവാൻ തക്കവണ്ണമുള്ള ഒരു അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല അനുഗ്രഹകരമായ പദാർത്ഥമാണ് ഉപ്പ് എന്ന് പറയുന്നത്. ഈ ഉപ്പ് ഇല്ലാതെ പോയാൽ ഒരു ഭക്ഷണ പദാർത്ഥവും അതിൻ്റെതായ രീതിയിൽ രുചി ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. നിങ്ങളുടെ ഉപ്പ് നഷ്ടപ്പെട്ടു പോയാൽ അത് ഒരു തരത്തിലും നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ രുചി പകരുന്നില്ല എന്നുള്ളത് യേശുക്രിസ്തു ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് ദൈവത്തിന്റെ ജനമേ, വളരെയധികം ഭാരത്തോടെ പ്രയാസത്തോടെ ചില സംഭവങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ അടുത്ത കാലത്ത് ഒരു കുടുംബത്തെ പരിചയപ്പെടുവാനുണ്ട്. 3 ആൺമക്കളുള്ള ഒരു കുടുംബം. ഈ 3 ആൺമക്കളും ഒരേ സ്ഥലത്ത് അടുപ്പിന് കല്ല് കൂട്ടുന്നത് പോലെ വീട് വെച്ച് താമസിക്കുകയാണ്. അവരുടെ സ്വന്തം വീതത്തിൽ താമസിക്കുകയാണ്. പക്ഷെങ്കിൽ വാർദ്ധക്യത്തിലായിരിക്കുന്ന ഒരു മാതാവ് ഇളയ പുത്രനോടൊപ്പമുണ്ട്. ദീർഘനാളായി ഈ അമ്മ ഈ പ്രിയപ്പെട്ട കുടുംബത്തോടൊപ്പമാണ്. അമ്മയ്ക്ക്
വാർദ്ധക്യസഹജമായ രോഗങ്ങൾ പലതും ബാധിച്ചിട്ടുണ്ട്. മരുന്നുകൾ യഥാസമയം കൊടുക്കണം, ആശുപത്രിയിൽ എത്തിക്കണം. അങ്ങനെ വരുന്ന ജീവിത സാഹചര്യത്തിൽ പല കാര്യങ്ങൾ പ്രിയപ്പെട്ട അമ്മയ്ക്ക് വേണ്ടി നൽകേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഈ 3 മക്കളും അഭ്യസ്തവിദ്യരാണ്. വേണ്ടുവോളം പണം സമ്പാദിച്ചിട്ടുണ്ട്. ഗൾഫിലെ എല്ലാ സമ്പാദ്യങ്ങളും ഉപേക്ഷിച്ച്, സാധ്യതകളും ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന വിശ്രമ ജീവിതം നയിക്കുകയാണ്. സഹധർമ്മിണിമാർക്കൊക്കെ ജോലിയുണ്ട്, അവർക്കും മക്കളുണ്ട്. വിവാഹപ്രായമൊക്കെ കഴിഞ്ഞ് ചിലരൊക്കെ വിവാഹം കഴിച്ച്, ചിലരൊക്കെ പഠിച്ചുകൊണ്ടേ. അടുത്ത കാലത്ത് ആ ഭവനത്തിൽ ചില പ്രയാസങ്ങൾ രൂപപ്പെട്ടു വരികയും വന്നപ്പോൾ ഇളയ മകന്റെ വിജ്ഞാപനം എനിക്ക് മാത്രമുള്ളതല്ലല്ലോ ഈ അമ്മ. അവർ തീരുമാനമെടുത്തു, ഓരോ മാസവും ഈ അമ്മയെ നോക്കുവാൻ തക്കവണ്ണം ഓരോ വീട്ടില് വീതം വെപ്പ് വസ്തുക്കൾക്ക് മാത്രമേ നമ്മൾ നടത്താൻ. പക്ഷെങ്കിൽ ജന്മം നൽകിയ മാതാവിന് ഓരോ മാസവും പാർക്കുവാൻ തക്കവണ്ണം വീതം വെച്ച് മാറ്റിയെടുക്കുന്ന ജീവിതശൈലി ആധുനിക കുടുംബം ആയിരുന്നു. സമ്പാദ്യങ്ങൾ വർദ്ധിച്ച് വളർന്നു വരുന്നു, എല്ലാ സാധ്യതകളുമുണ്ട്. അവിടെയാണ് നമുക്ക് ഈ മൂല്യബോധം നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറയിൽ ആധുനിക ക്രൈസ്തവ കുടുംബം ആയിരിക്കുന്നു എന്നുള്ളത്. വീട്ടിൽ വെച്ച് നഷ്ടപ്പെടുന്നതാണ് അമ്മയെന്ന അനുഗ്രഹത്തിന്റെ സാധ്യതകൾ. അമ്മയെന്ന അനുഗ്രഹത്തിന്റെ സാധ്യതകൾ വീട്ടിൽ വെച്ച് നഷ്ടപ്പെട്ടു പോവുകയും ആ അമ്മയുടെ മനസ്സ് എന്തുമാത്രം നൊമ്പരപ്പെടുന്നുണ്ടാകും. എന്തുമായിക്കൊള്ളട്ടെ, ഒരുപാട് കാര്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ ചിലപ്പോൾ പ്രായമുള്ള സമയത്ത് ഈ അമ്മ പറയുന്നുണ്ടാകും. മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ജീവിത ശൈലിയോ അറിവോ വിദ്യാഭ്യാസമോ ഒന്നും ഈ മാതാവിന് ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ പൊതുരംഗത്തേക്ക് കടന്നു വരുമ്പോൾ പൊതുരംഗത്ത് നിൽക്കുവാനുള്ള സൗന്ദര്യമോ കായശക്തിയോ അതുപോലെ ശാരീരിക ആരോഗ്യമോ ഒന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷേ നീ ഇന്നിരിക്കുന്ന അനുഗ്രഹത്തിന്റെ, നീ ഇന്ന് നിൽക്കുന്ന സാധ്യതകളുടെ ഏറ്റവും ഉറവിടം എന്ന് പറയുന്നത് നിന്റെ അമ്മയാണ് എന്നുള്ള തിരിച്ചറിവ് നിനക്ക് നഷ്ടപ്പെട്ടപ്പോൾ നിനക്കുണ്ടായിരിക്കുന്ന അനുഗ്രഹം ശവമായി മാറുകയാണ്. ഈ സാധ്യതകളെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമുക്ക് ഉള്ളിൽ വെളിച്ചം നഷ്ടപ്പെടുകയും നമ്മുടെ മൂല്യബോധത്തോടു കൂടി ജീവിക്കാനുള്ള നമ്മുടെ ജീവിതത്തിന്റെ സാധ്യതകൾ മുഴുവൻ ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഞാനും നിങ്ങളും ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ക്രൈസ്തവ ധാർമ്മികതയിൽ ജീവിക്കുവാനായിട്ടുള്ള ഒരു വലിയ അനുഭവത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യം ഉണ്ടാകും. ഉപ്പ് രുചി പകരുന്ന പദാർത്ഥമാണ്, കേടുകൂടാതെ സംരക്ഷിക്കുന്നതാണ്, കൂടാതെ ദീർഘകാലം സംരക്ഷണം നൽകുന്ന പദാർത്ഥം കൂടിയാണ്. സമൂഹത്തിൽ ഞാനും നിങ്ങളും വെളിച്ചമായി തീരാനുള്ള ഒരു വലിയ നിയോഗമുണ്ടായിരിക്കും. എന്നിലുള്ള വെളിച്ചം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളാണ് ഇതുപോലെയുള്ള ചില അനുഭവങ്ങൾ. നമ്മുടെ മാതാപിതാക്കളോടുള്ള നമ്മുടെ സ്നേഹബഹുമാനങ്ങൾ ഇന്ന് വളരെയധികം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നാം തിരിച്ചു വരേണ്ടി. ഒരു പുസ്തകത്തിൽ വായിച്ച ഒരു കഥ ഇപ്പോൾ ഓർമ്മ വരികയും, ഒരു രാജ്യത്തിൻ്റെ ഒരു വലിയ സംസ്കാരമായിരുന്നു. പ്രായമായിരിക്കുന്ന മാതാപിതാക്കൾ അവരുടെ ഒരു പ്രത്യേക ജന്മദിനത്തിൽ 60-70 വയസ്സ് കഴിയുമ്പോഴേ ആ ജന്മദിനം ആചരിക്കുമ്പോൾ കൂടെയുള്ള മക്കളും ഉറ്റവരും
ഏറ്റവും സന്തോഷപ്രദമായ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കും. അവസാനം അവരുടെ സംസ്കാരത്തിലുള്ള ഒരു വലിയ ശൈലിയാണ്. ആരാണോ 70ാമത്തെ വയസ്സ് ആചരിക്കുന്നത്, ആ പ്രിയ വ്യക്തിയെ മക്കളിൽ ഒരാൾ, ഏറ്റവും മൂത്ത മകൻ, വനാന്തരങ്ങളിലേക്ക് കൊണ്ടുപോയി ഏകാന്തമായി അർപ്പിക്കും. പിന്നീട് ആ സംസ്കാരത്തിൽ ആ അമ്മയ്ക്കോ അല്ലെങ്കിൽ ആ അമ്മനോ വീട്ടിൽ താമസിക്കാനുള്ള യോഗ്യതകൾ, ഇങ്ങനെ താമസിക്കുന്നത് ഒരു പുണ്യമായി കരുതിയിരുന്ന ഒരു സംസ്കാരം. അങ്ങനെ ഒരു കുടുംബത്തിൽ ഒരു മാതാവിൻ്റെ 70ാം പിറന്നാൾ കടന്നു. മക്കളെല്ലാവരും ഒരുമിച്ചു. അവരെല്ലാവരും ചേർന്ന് സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചു. അത്യാവശ്യം ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കയ്യിൽ കരുതി, അത്യാവശ്യം ചില ഉടുപ്പുകളും വസ്ത്രങ്ങളും ഒക്കെ അമ്മയ്ക്ക് വേണ്ടി കരുതി. അവസാനം കണ്ണീരോട് എല്ലാ മക്കളും ഭാര്യപ്പുണർന്ന യാത്രയായി. മൂത്ത മകൻ മുമ്പേ നടന്നു, പിറകെ ഈ അമ്മയും നടന്നു. ദീർഘദൂരം നടക്കുന്നു. തമ്മിൽ സംസാരിക്കുവാനുള്ള ശേഷി നഷ്ടപ്പെടുകയാണ്. കാരണം ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും ഈ അമ്മയുടെ മുഖം ഇനിയും കുറേ നാളത്തേക്ക്, ഇനിയും എത്ര നാളുകളോ അത്രയും നാൾ വരെ കാണുവാനുള്ള ഭാഗ്യം മക്കൾക്കില്ല. അതുകൊണ്ട് വൈകാരികമായ അനുഭവത്തിലൂടെയാണ് യാത്ര. പ്രിയ മകൻ മുന്നിൽ നടക്കുന്നു, അമ്മ പുറകെ നടക്കുന്നു. വനാന്തരത്തിന്റെ അടുക്കിലേക്ക്, അതിന്റെ സമീപ പ്രദേശത്തേക്ക് എത്തുമ്പോൾ ഈ മകൻ തിരികെ നോക്കുകയും അമ്മ കൂടെയുണ്ടോ എന്നുള്ളത്. അമ്മ വളരെ സാവധാനം ശബ്ദമായി പുറകെ നടന്നു വരികയും, നടന്നു വരുന്നത് കാണുമ്പോൾ പ്രിയ മകൻ അത്ഭുതപ്പെടുകയും, എന്താണ് അമ്മ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടാണ് വരുന്നത്. തനിക്ക് തൻ്റെ കൈവശമുണ്ടായിരുന്ന ചെറിയ കത്തി കൊണ്ട് തൻ്റെ വഴിയാത്രയുടെ ഇടത്തും വലത്തും മുമ്പിലും പുറകിലുമൊക്കെയുള്ള ചില കാടുകളുണ്ട്, മുള്ളുകളുണ്ട്, അതെല്ലാം വെട്ടി ശരിയാക്കിക്കൊണ്ടാണ് മകന്റെ അടുക്കിലേക്ക് ഈ അമ്മ എത്തിയപ്പോൾ മകൻ ചോദിച്ചു, അമ്മ എന്താ ഈ പ്രവൃത്തി ചെയ്യും? അമ്മയവിടെയൊക്കെ പ്രത്യേകിച്ച് വരാൻ വേണ്ടിയിട്ടല്ലേ, പിന്നെന്തിനാ ഈ വഴി ശരിയാണ്, ഞാൻ അവിടെ വിട്ടേച്ചാണ്, എന്നെ നീ അവിടെ വിട്ടേച്ചു. പക്ഷെ നീ തിരികെ വരുമ്പോൾ നിന്റെ കാലിൽ മുള്ളു തറയ്ക്കരുത് എന്നുള്ളതാണ് എൻ്റെ വലിയ സത്യം. നിന്റെ ദേഹത്ത് ഒരു മുള്ളു പോലും തറയ്ക്കരുത്. നിന്നെ ഒരു തരത്തിലും ഈ വഴി തടസ്സമായി നിൽക്കരുത്, ഒന്നും നിനക്ക് തടസ്സമായി നിൽക്കരുത് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നിന്നേക്കാത്തൊരു കുടുംബം അവിടെയുണ്ട്. അതുകൊണ്ട് നീ അപകടങ്ങളും മുറിവേൽക്കാതെ തിരികെ ഭവനത്തിൽ എത്തിച്ചേരണം. അതുകൊണ്ട് ഞാൻ ഈ വഴി ശരിയാക്കും. ഈ മകൻ സമ്മിശ്രവികൾ ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കാതെ നിൽക്കുകയും, അമ്മ ഇതാണ് സ്നേഹനിധിയായ അമ്മയെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. ഈ പ്രിയ മകൻ അമ്മയെ സാഷ്ടാംഗം പ്രണാമം ചെയ്തിട്ട് പറഞ്ഞു, ഈ രാജ്യത്തിൻ്റെ സംസ്കാരം എന്തുമായിക്കൊള്ളട്ടെ, ഈ രാജ്യത്തിൻ്റെ പുണ്യം എന്തുമായിക്കൊള്ളട്ടെ, ഈ അമ്മ എന്നോടുകൂടെ മരണം വരെ താമസിക്കും എന്ന് പറഞ്ഞ് അമ്മയെ തിരികെ കൊണ്ടുവരുന്ന മകൻ്റെ ചിത്രം അവിടെ കഥയിൽ വായിച്ചറിയുകയും, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനത്തെ, നമ്മുടെ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെട്ട സാധ്യതകളാണ്. ആ അനുഗ്രഹത്തെ നിഷ്ഫലമാക്കി കളയരുത്. വാർദ്ധക്യത്തിലായി നിൽക്കുന്ന ഈ മാതാപിതാക്കൾ ഒരുപക്ഷെ അവരുടെ ശരീരബലം കൊണ്ട്, ബുദ്ധി കൊണ്ട് ഒക്കെ അല്പം ക്ഷയിച്ചെന്നുമായിരിക്കാം, സൗന്ദര്യം കൊണ്ട് ക്ഷയിച്ചെന്നുമായിരിക്കാം. എങ്കിലും നിനക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് നൽകുവാൻ ഇടയായതിൻ്റെ ഉറവിടം നിന്റെ മാതാവും പിതാവുമാണെന്നുള്ള ബോധ്യത്തോടുകൂടി വർത്തമാന കാലഘട്ടത്തിൽ വീതം വയ്ക്കാത്ത അനുഗ്രഹകരമായ ജീവിത സാധ്യതകളെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഈ പ്രിയ അനുഗ്രഹത്തെ എന്നും എന്നും ഒരു നിധിയായി കാത്തു സൂക്ഷിക്കാൻ കഴിയുമ്പോഴാണ് ജീവിതത്തിൽ നമ്മുടെ വെളിച്ചത്തെ ഈ ലോകത്തിന് പ്രകാശമായി കൊടുക്കുവാനായിട്ട് സാധിക്കും. നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിക്കും.
പ്രകാശിക്കുവാനായിട്ട് നിനക്ക് സാധിക്കും. സഭ ഈ ലോകത്തിന്റെ സാധ്യതയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുമ്പോൾ ഇനിയുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ നിനക്ക് സാധിക്കും. ഇന്ന് പരിശുദ്ധ സഭയുടെ സ്ഥാനം ഇന്ന് പലപ്പോഴും നമ്മുടെ ആരാധന ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പലപ്പോഴും വ്യത്യസ്തമായി നിൽക്കുകയും നമുക്കൊന്ന് പ്രാർത്ഥിക്കാനായി കടന്നു വരുന്ന ഒരു ഇടം മാത്രമായി ദേവാലയം മാറ്റപ്പെടുകയും, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ കുടുംബജീവിതത്തിലെ പല ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി മാത്രം പള്ളിയാരാധനകൾ ഉപയോഗിക്കുന്ന, പള്ളിസ്ഥലം ഉപയോഗിക്കുന്ന ജീവിതശൈലിയിലേക്ക് നമ്മളിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. ക്രമമായി ആരാധനയ്ക്ക് വരുന്നതിനോ, നോമ്പ്, ഉപവാസം, ആരാധന അനുഷ്ഠാനങ്ങൾ പാലിക്കുന്നതിനോ ശക്തമായ ഒരു തീവ്രമായ ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും വെള്ളിയാഴ്ചകളിൽ ഉപവസിക്കണമെന്ന് കർക്കശം വിധിക്കുമ്പോൾ ഇങ്ങനെയുള്ളത് നേരത്തെ ഉണ്ടായിരുന്നു എന്നും നേരത്തെ ഉള്ളതാണോ അച്ഛൻ ഈ ഉപവാസവും പ്രാർത്ഥനയും എന്ന് ചോദിക്കുന്ന സാധാരണ ജനം ഇന്ന് ശക്തമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സാധ്യതയാണ് പരിശുദ്ധമായ സഭ എന്ന് പറയുന്നത്. ഈ സഭയുടെ കെട്ടുറപ്പിനായി, ഈ സഭയുടെ വ്യാപനത്തിനായി, സഭയുടെ ആരാധന രീതികൾ പാലിക്കുന്നതിനായി നമ്മുടെ ജീവിതത്തിൽ കാണിക്കുന്ന തീവ്രത, ഇത് നമുക്കുണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ സാധ്യമാകൂ. പലപ്പോഴും നമുക്ക് ഈ തീവ്രത നഷ്ടപ്പെടുകയും നമുക്ക് എങ്ങനെയും അങ്ങനെയും ഒക്കെ ജീവിക്കാമെന്നുള്ള തരത്തിലേക്ക് മാറ്റപ്പെടുകയും, നോമ്പ് കാലഘട്ടത്തിൽ സഭയുടെ അച്ചടക്കവും സഭയുടെ പ്രമാണങ്ങളും പാലിക്കണമെന്ന് പറയുമ്പോൾ അതിന് എവിടെയെങ്കിലും ഒന്ന് മാറ്റം വരുത്തി നമ്മുടെ സൗകര്യാർത്ഥം പല കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയും ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ജീവിതശൈലി, ഇത് ശരിയായ പ്രവണതയല്ല എന്നത്. സഭ എങ്ങനെയാണ് എന്നിലൂടെ വെളിച്ചമായി തീരുന്നത്? പരിശുദ്ധ സഭ എങ്ങനെയാണ് എന്നിലൂടെ വെളിച്ചമായി തീരുന്നത്? ആരാധനയിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ് സഭ എന്ന് പറയുന്നത്. നമ്മുടെ സഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായ അനുഗ്രഹം എന്ന് പറയുന്നത് ഇത് ജീവിക്കുന്ന, ആരാധന നിലനിൽക്കുന്ന ഒരു സഭയുടെ തൂണുകൾ, സഭയുടെ അവയവങ്ങളാണ് ഞാനും നിങ്ങളും എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകും. കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, പരിശുദ്ധ സഭയുടെ ആരാധന അനുഷ്ഠാനങ്ങൾ ക്രമമായി വിശുദ്ധിയോടെ പങ്കെടുക്കുന്ന, അതിൽ ആത്മസമർപ്പണം ചെയ്യുന്ന, ആത്മതപനം ചെയ്യുന്ന ഒരു ജീവിതശൈലി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പങ്കെടുക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരുന്നു. പള്ളിയാരാധനകളിലൊക്കെ വന്ന് പങ്കെടുക്കേണ്ട ജീവിതശൈലി കടന്നു വരുന്നു. പക്ഷേ നമുക്ക് അതിനോടുള്ള സമീപനം എങ്ങനെ? നമ്മുടെ സമയത്തിനനുസരിച്ച് പോവുകയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ നിന്ന് മാറിപ്പോവുകയും ചെയ്യുന്ന ഒരു ജീവിതശൈലി അല്ല. അവിടെ ദേവാലയ ആരാധന ഇന്ന സമയത്തിന് തുടങ്ങുമെന്ന് പറയുമ്പോൾ ആ സമയത്ത് തന്നെ എത്തുവാനും ആരാധന പൂർത്തീകൃതമായി പൂർണ്ണമായി പങ്കെടുക്കുവാനും കഴിയുന്ന ഒരു ജീവിതശൈലി നമുക്ക് ഉണ്ടാക്കി. സഭ എന്നിലൂടെ വെളിച്ചമായി തീരുന്നത് അങ്ങനെ. ആരാധനയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ശരീരം ഇരുട്ടിലേക്ക് മാറ്റപ്പെടും. ആരാധന എന്ന് പറയുന്നത് ഒരു ഉണർവ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രസ്ഥാനങ്ങളിലൂടെ സജീവമായി പങ്കെടുക്കുന്നതോ എന്നുള്ളത് മാത്രമല്ല. അതല്ല ആരാധന. ജീവിതത്തിലുടനീളം ജനനം മുതൽ നമ്മുടെ മരണം വരെ, ഈ ലോകത്തു നിന്നുള്ള വേർപാട് വരെയുള്ള ജീവിതയാത്രയിൽ ഓരോ അനുഭവങ്ങളും ആരാധനയിലൂടെയുള്ള അനുഭവങ്ങളായി മാറണം. നമുക്കറിയാം, നമ്മൾ ഓരോ ഡിജിറ്റും എണ്ണുന്നുണ്ട്. 10 എന്ന് പറയുന്ന സംഖ്യ എണ്ണിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് മുമ്പുള്ള പല സംഖ്യകളും എണ്ണിത്തീർന്നെങ്കിൽ മാത്രമേ 10ലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. 0 മുതൽ 1, 2, 3 എന്ന സംഖ്യകൾ എണ്ണിത്തീരുമ്പോഴാണ് 10 എന്ന ഡിജിറ്റ് നമുക്ക് എണ്ണുവാനും എഴുതുവാനും അല്ലെങ്കിൽ അതിനെ എത്തിച്ചേരുവാനും കഴിയും. ആരാധന ഇതുപോലെ പ്രാർത്ഥനയിലൂടെ, നോമ്പനുഷ്ഠാനത്തിലൂടെ, ഉപവാസത്തിലൂടെ, ജീവിത ധർമ്മങ്ങൾ പാലിക്കുന്നതിലൂടെ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ, മനസ്സാക്ഷി വിശുദ്ധമായി
ദേവാലയം സഭയിൽ വിശുദ്ധമാണ്. പരിശുദ്ധ പൂർവ്വഭിഷേകം കൊണ്ട് ഞാനും നിങ്ങളും ആ വിശുദ്ധിയിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ വിശുദ്ധമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അവാച്യമായി ഒഴുകുവാൻ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ, നമ്മുടെ അനുഗ്രഹകരമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ, നമ്മുടെ മനസ്സാക്ഷികളിലൂടെ, നമ്മുടെ ഇടപെടലുകളിലൂടെ ഒക്കെ അനർഗളമായി ഒഴുകുവാൻ കഴിയുന്ന ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യം അത് പൂർത്തീകരിക്കുവാൻ കഴിയുമ്പോഴാണ് ആരാധന എന്നിൽ സജീവമായി നിൽക്കുന്നത്. അങ്ങനെ സഭയെന്ന കൗദാശിക അനുഷ്ഠാനം ജീവിതത്തിൽ അണുവിട പതറാതെ, അത് അണുവിട മായം ചേർക്കാതെ അത് കാത്തു സൂക്ഷിക്കുമ്പോൾ, അനുഷ്ഠിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിളക്ക് പ്രകാശിക്കുകയാണ്. വെളിച്ചം പ്രകാശമായി മാറുകയാണ്. ഞാൻ തന്നെ വെളിച്ചമായി മാറുകയാണ്. ഈ അനുഭവങ്ങളാണ് ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് എപ്പോഴും രുചിയിൽ വളരുവാനും വർദ്ധിക്കുവാനും തക്കവണ്ണം ഇടയായിത്തീരുന്നത്. കുടുംബജീവിതത്തിൻ്റെ സാധ്യതകൾ വീട്ടിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയാൽ ആ സാധ്യതകൾ ഇറങ്ങി ആ സാധ്യതകളിലേക്ക് അന്വേഷിച്ച് തേടിപ്പിടിക്കുന്ന ഒരു അനുഭവ ബന്ധം നമുക്കുണ്ടാകണം. സഭയുടെ കൗദാശിക അനുഭവങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ സഭയുടെ കൗദാശിക അനുഭവങ്ങൾ അന്വേഷിച്ച് തിരക്കിപ്പിടിച്ച് അതിലേക്ക് അനുധാവനം ചെയ്യുന്ന ഒരു ജീവിത ശൈലി നമുക്ക് ഉണ്ടാകണം എന്നുള്ളത് നാം തിരിച്ചറിയണം. ഇതാണ് നമ്മുടെ വിളക്ക് വെളിച്ചമായി തീരുവാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ വഴിയും മാർഗവുമെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുടുംബബന്ധങ്ങളിൽ മക്കൾ നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. സ്നേഹം കൊടുക്കേണ്ടടുത്ത് സ്നേഹം കൊടുക്കാതെ വളരെയധികം കർക്കശ്യ മനോഭാവത്തോടെ ഇടപെടുമ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്ന് മാതാപിതാക്കളുടെ സ്നേഹം നഷ്ടമാവുകയാണ്, വിഫലമായി തീരുകയാണ്. അടുത്തിടയ്ക്ക് ഒരു കുഞ്ഞിനെ ഒന്ന് പരിചയപ്പെടുവാൻ ഇടയായി. ആ കുഞ്ഞ് കുടുംബത്തെക്കുറിച്ച് വളരെയധികം സന്തോഷത്തോടു കൂടി പ്രസ്താവിക്കും. എൻ്റെ പപ്പ ഇങ്ങനെയാണ്, അമ്മ ഇങ്ങനെയാണ്, എൻ്റെ വല്യപ്പച്ചൻ ഇങ്ങനെയാണ്, വല്യമ്മച്ചൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു ആ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ഗുണഗണങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുകയും എന്തൊക്കെയാണ് ചോദിച്ചത്, എന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയാം. ആ കുഞ്ഞു പറയുകയാണ്, എൻ്റെ അമ്മൻ എനിക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചു തരും. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ ജീവിതത്തിൽ ആ പപ്പ എനിക്കെല്ലാം നേടിക്കൊണ്ട് തരും. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. അമ്മയുടെ കാര്യത്തിൽ ഈ കുഞ്ഞിന് അഭിപ്രായമുണ്ട്. അമ്മ ഏതൊരു സാഹചര്യത്തിലും സമീപിക്കാവുന്ന ഒരു തലമാണ് അമ്മയെന്ന് കുഞ്ഞ് തിരിച്ചറിയുക. അമ്മയെക്കുറിച്ച് കുഞ്ഞ് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ കരച്ചിൽ വരുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് സങ്കടങ്ങൾ വരുമ്പോൾ ആശ്വസിപ്പിക്കുന്നത് എൻ്റെ അമ്മ. അതുകൊണ്ട് എനിക്ക് അമ്മയെ വളരെ ഇഷ്ടമാണ്. എൻ്റെ വല്യപ്പച്ചനും വല്യപ്പച്ചയും എനിക്കിഷ്ടമാണ്. കാരണം എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും വീട്ടിൽ വെച്ച് നിവർത്തിച്ചു തരും. എവിടെയെങ്കിലും പോയാൽ എന്നെ കാര്യങ്ങൾ കൊണ്ടുതരും, മുട്ടായി വാങ്ങിച്ചുകൊണ്ട് തരും. എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നത് എൻ്റെ വല്യപ്പച്ചൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് വല്യപ്പച്ചനെ ഇഷ്ടമാണ്. വല്യമ്മച്ചി എനിക്കിഷ്ടമാണ്. വല്യമ്മച്ചി എനിക്ക് നല്ല നല്ല ഭക്ഷണം പാകം ചെയ്തു തരും. വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞ് നേടിത്തരും. പിന്നെന്താ നിനക്ക് പ്രയാസം? ഒന്ന് മാത്രമേ ഉള്ളൂ പ്രയാസം, ഒന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് സങ്കടകരമായിട്ടുള്ളത് എന്ന് പറയും. എന്താണ്? പക്ഷേ ഇവരെല്ലാവരും കൂടി ഒന്നിച്ചു വരുന്നത് ചുരുക്കം സമയത്താണ്. ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് വീട്ടിൽ ഉണ്ടാകുന്നത് ചുരുക്കം സമയത്താണ്. ഒന്നുകിൽ അപ്പനുള്ളപ്പോൾ അമ്മയുമില്ല, അമ്മയുള്ളപ്പോൾ അപ്പനുമില്ല, വല്യപ്പച്ചനുള്ളപ്പോൾ ഈ മറ്റുള്ളവരാരും തന്നെയില്ല. ആരെങ്കിലും ഒന്ന് എനിക്ക് മിസ്സിംഗ് ആയിരിക്കും എന്ന് ഈ കുഞ്ഞ് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് വളരെയധികം സങ്കടപ്പെടും. ആരെങ്കിലും ഒന്ന് എനിക്ക് മിസ്സിംഗ് ആയിരിക്കും. വളരെയധികം ചിന്തിപ്പിക്കുന്ന തലമാണ് ഇത്. ആ കുഞ്ഞിനെ കുറിച്ചുള്ള ആ കുഞ്ഞിന്റെ നിരീക്ഷണമാണ് ഇത്. എനിക്ക് എല്ലാവരുടെയും സ്നേഹം വേണം എന്ന് പറയുന്നത്, എല്ലാവരും സ്നേഹിക്കുന്നുണ്ടെന്ന് ആ കുഞ്ഞിന് അറിയാം. പക്ഷേ എല്ലാവരുടെയും സാമീപ്യം ആ കുഞ്ഞ്
നമ്മുടെ എല്ലാവരുടെയും ഒരുമിച്ചുള്ള സാമീപ്യമാണ്. പ്രാർത്ഥനയുടെ അനുഭവത്തിൽ, ഭക്ഷണം കഴിക്കുന്ന അനുഭവത്തിൽ എല്ലാവരും കൂടെ ഒന്നിച്ചു ചേർന്നിരുന്ന് ഒരുമിച്ചിരുന്ന് ഈ സാധ്യതകളെയൊക്കെയും നിറവേറ്റുവാൻ കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ അങ്ങേയറ്റം നല്ല താലന്തുകളുള്ളവരായി അനുഗ്രഹിക്കപ്പെട്ട നല്ല നല്ല അനുഭവങ്ങളുടെ സാക്ഷ്യമായി വളരുവാൻ ഇടയാകും എന്നുള്ളതിൻ്റെ രണ്ട് പക്ഷം. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ആഗ്രഹം കൂടി നിറവേറ്റി കൊടുക്കുന്ന വെളിച്ചം എന്നിലൂടെ ഉളവാകേണ്ടതുണ്ട്, അത് പ്രകാശിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടത്. കേൾക്കുന്ന ദൈവത്തിൻ്റെ ചർച്ച ഈ കുടുംബ ബന്ധങ്ങളൊക്കെയും വിഫലമാകാതെ കാത്തു സൂക്ഷിക്കുമ്പോൾ ഞാൻ നിങ്ങളും നമ്മുടെ ഈ ജീവിതത്തിലുള്ള വെളിച്ചത്തെ ഇരുളാകാതെ കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയായി. യേശുക്രിസ്തു വീണ്ടും നമ്മെ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് തിരിച്ചറിയുന്നു. ആ വെളിച്ചത്തെ ലോകത്തിന് പ്രകാശിപ്പിക്കുന്നവരായി മാറ്റണം. കുടുംബ ബന്ധങ്ങളിൽ മാത്രമല്ല ആ പ്രകാശം കൊടുക്കേണ്ടത്, അനുഗ്രഹിക്കപ്പെട്ട ചുറ്റുപാടുകൾ മുഴുവനായി നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ സാധ്യതകൾക്കുമായി ആ വെളിച്ചത്തെ പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ വ്യക്തിത്വം രൂപപ്പെടുന്നത്. അടുത്ത കാലത്ത് ഒരു പ്രിയപ്പെട്ട പിതാവിൻ്റെ ദേഹോപയോഗത്തിൽ പങ്കെടുക്കുകയുണ്ട്. ഈ പിതാവിനെ കുറിച്ചുള്ള ഫസ്റ്റ് ഒപ്പീനിയൻ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഉള്ളത് ശാന്തനായ ഒരു വ്യക്തി, ആരോടും അങ്ങനെ അമിതമായി സംസാരിക്കുകയോ ഒന്നും ചെയ്യും, ശാന്തമായി ജീവിക്കുന്ന ഒരു പിതാവ്. മരണാനന്തരം അദ്ദേഹത്തെക്കുറിച്ച് തൻ്റെ സുഹൃത്തുക്കളും തൻ്റെ വേണ്ടപ്പെട്ടവരും ചുറ്റുപാടുമുള്ളവരൊക്കെ സാക്ഷിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതം. അദ്ദേഹം ഇത്രമാത്രം കഴിവുകളുടെ ഉറവിടമായിരുന്നല്ലോ, ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട സാധ്യതകൾ അദ്ദേഹം ഈ ലോകത്തിന് കൊടുത്തല്ലോ എന്നുള്ളത് അത്ഭുതം കൊണ്ട് നിൽക്കുകയാണ്. കാരണം ഈ പ്രിയ പിതാവിനെ കുറിച്ച് സാക്ഷിക്കുവാൻ ഈ സുഹൃത്തുക്കൾക്കും ചുറ്റുപാടുമുള്ളവർക്ക് നല്ലത് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് വരദാനമായി ലഭിച്ചിരിക്കുന്ന സംഗീതം ഒരു വലിയ പുണ്യമായി അദ്ദേഹം കരുതിക്കൊണ്ടുപോകുന്നിരുന്ന സംഗീതം ദേവാലയത്തിന്റെ അന്തരീക്ഷങ്ങളിലും അതിൻ്റെ ചുറ്റുപാടുമുള്ള സുഹൃത്തുക്കളുടെ ഇടയിലും നിഗ്രഹകരമായി ആ പിതാവ് ഉപയോഗിച്ചു എന്നുള്ളതാണ്. സംഗീതത്തിന്റെ സാധ്യതകളെ അനേകർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും വേണ്ട വിധത്തിലുള്ള പരിശീലനം കൊടുക്കുവാനും ആരും അറിയാതെ അതിനുവേണ്ടിയിട്ടുള്ള സമ്പത്തുകളൊക്കെ മാറ്റിവെക്കുവാൻ ഈ പിതാവ് ധൈര്യം കാണിച്ചു. അത് ചുറ്റുപാടുമുള്ളവർക്ക് പ്രയോജനമായി തീർന്നു എന്നുള്ളത്. രണ്ടാമത് പിതാവിനെ കുറിച്ച് സാക്ഷിച്ചത് ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രൂപകൽപ്പന ചെയ്യുന്നതിൽ അടിസ്ഥാന ബിന്ദുവായി, കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിച്ചത് നിശബ്ദനായി ജീവിച്ച ഈ പിതാവ് ഈ ലോകത്ത് നിന്ന് വേർപാട് മൂലം മാറ്റപ്പെട്ടപ്പോൾ ലോകം അറിയപ്പെടുകയാണ്, ചുറ്റുപാടുമുള്ളവർ സാക്ഷിക്കുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തൻ്റെതായ ആശയങ്ങളിലൂടെ ഈ സമൂഹത്തിന് ഒഴുകണമെന്ന തലത്തിൽ അനേകം ഒരു ജീവകാരുണ്യ പ്രവർത്തന നിധി രൂപപ്പെടുത്തുകയാണ്. സാധാരണ ചാരിറ്റബിൾ സൊസൈറ്റിയൊക്കെ രൂപീകരിക്കുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരെ, വേണ്ടപ്പെട്ടവരെയൊക്കെ അതിനകത്ത് രൂപകൽപ്പന ചേർത്ത് അതിൻ്റെ സെക്രട്ടറി, ട്രഷറർ, ഖജാൻജി ഒക്കെ ആക്കി തീർക്കുന്ന സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ ഈ പിതാവ് ചെയ്യുന്നത് അദ്ദേഹം അതിൻ്റെ ഒരു ഭാരവാഹി പോലും ആകാൻ ആഗ്രഹിക്കാതെ മറ്റുള്ളവരെ എല്ലാവരെയും ഓർത്തെടുക്കിക്കൊണ്ട് ചേർന്ന് അതിൻ്റെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് അവരെയൊക്കെ മൊബൈലൈസ് ചെയ്ത് അവരെയൊക്കെ ഒരു മൂവ്മെൻ്റാക്കി മാറ്റി സമൂഹത്തിന് വേണ്ടി ഒരു വലിയ സാക്ഷ്യം കൊടുക്കുവാൻ തക്കവണ്ണം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒഴുകി കൊടുക്കുവാൻ തക്കവണ്ണം ആ കൂട്ടായ്മയെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. വീണ്ടും ഈ പിതാവിനെ കുറിച്ച് സാക്ഷിക്കുന്നത് സാംസ്കാരികമായി ചിന്തിക്കുന്നു. കലാലോകത്തിന് വേണ്ടി എന്തെല്ലാം സംഭാവനകൾ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സംഭാവന ചെയ്ത് സാംസ്കാരികമായ ഒരു തലം സമൂഹത്തിൽ കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം അവിടെ അദ്ദേഹം പിതാവ് ചുമതലപ്പെടുകയാണ്. ആരും അറിയാതെ ഒരു ലൈബ്രറി സ്ഥാപിക്കും
പൊതുസമൂഹത്തിന് വേണ്ടി ഒരു വായന കളരി അല്ലെങ്കിൽ വായന ലോകം സ്ഥാപിക്കുവാൻ തക്കവണ്ണം ആ പിതാവ് മുൻകൈയെടുത്തിരുന്നു എന്നുള്ളതാണ് സാക്ഷിക്കുന്നത്. അങ്ങനെ അനേകം കാര്യങ്ങൾ 52 വയസ്സിനുള്ളിൽ ചേർന്ന് ഊർജ്ജസ്വലമായി പ്രവർത്തിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപാട് മൂലം മാറ്റുന്നു. ഞാൻ അത്ഭുതം കൊണ്ടു എൻ്റെ മുമ്പിൽ എന്നും എക്കാലവും ജീവിച്ചിരുന്ന ഈ വ്യക്തിത്വം ആരും അറിയാതെ ഇത്രത്തോളം സാധ്യതകളെ ഈ സമൂഹത്തിന് വേണ്ടി കൊടുത്തുവല്ലോ. നാടിൻ്റെ വികസനത്തിന് വേണ്ടി വേണ്ടുന്നതായ കഴിവുകൾ പ്രയോജനപ്പെടുത്തി ബന്ധപ്പെട്ടവരെ കാണേണ്ടവരെ കണ്ട് റോഡുകൾ വികസിപ്പിച്ചെടുക്കുന്നതിനും പാലങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിനും അങ്ങനെ സാധാരണ ജനങ്ങളിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ നിശബ്ദമായി ചെയ്തു ഈ ലോകത്ത് നിന്ന് യാത്ര ചെയ്തു. ജനസഹസ്രങ്ങൾ ആ വിലാപയാത്രയിൽ പങ്കെടുക്കുകയും അവിടെ കണ്ണീരൊഴുക്കുന്ന സാധാരണ ജനങ്ങളെ കണ്ടിട്ട് വളരെയധികം അത്ഭുതപ്പെട്ടു നിൽക്കാനേ എനിക്കും സാധ്യമാണ്. എപ്പോഴും പരിചയപ്പെടുകയും നിശബ്ദമായി ശാന്തമായി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച് ഈ ലോകത്തിന് മാറ്റമുണ്ടാകുന്നത്. പക്ഷേ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എന്തെല്ലാം പബ്ലിസിറ്റികളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഏതെല്ലാം തരത്തിൽ അത് മറ്റുള്ള ലോകം അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവിടെയാണ് ഈ പ്രിയ പിതാവ് ഒരു നിഗ്രഹിക്കപ്പെട്ട ഉദാഹരണമായി മാറുന്നത്. നമുക്കും ഇതുപോലെയുള്ള ചില സാധ്യതകളുണ്ട്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മൾ വേണ്ടുന്നതായ തലങ്ങളിലൊക്കെ പ്രവർത്തിച്ച് അവിടെ നിശബ്ദമായി ഒരു സേവനം ചെയ്യുവാൻ കഴിയുമ്പോൾ എന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു തലങ്ങളിലേക്കാണ് ഞാൻ വളർന്ന് അടുക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. അവിടെയാണ് ലോകത്തിൻ്റെ പ്രകാശമായി എൻ്റെ വെളിച്ചം മാറുന്നത്. ലോകത്തിന് പ്രകാശമായി, സമൂഹത്തിൻ്റെ പ്രകാശമായി എൻ്റെ വെളിച്ചം മാറുന്നു. വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് വേദപുസ്തകത്തിൽ യഹോവയായ യേശുക്രിസ്തു ഓർമ്മിക്കുന്നത് ഇങ്ങനെയാണ്: നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു. 13-ാം അധ്യായം 47-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തികൾ 13-ാം അധ്യായം 47-ാമത്തെ വാക്യം. നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവ സഭയെ ഉപദ്രവിച്ചിരുന്ന ശൗലാണ്. ഒരു കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിനെ ഉപദ്രവിച്ചിരുന്ന ശൗലാണ് ജാതികൾക്ക് വെളിച്ചമായി, സമൂഹത്തിന്റെ വെളിച്ചമായി, സഭയുടെ വ്യാപനത്തിന്റെ വെളിച്ചമായി ഒരു അടിസ്ഥാന ബിന്ദുവായി മാറുന്നത്. ഇവിടെ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ഞാനും നിങ്ങളും നമ്മുടെ ചുറ്റുപാടുകളെ തിരിച്ചറിയാതെ, നമ്മുടെ നാം വസിക്കുന്ന ജീവിതത്തിന്റെ ചുറ്റുപാടുകളെ തിരിച്ചറിയാതെ ജീവിച്ചാൽ നമ്മുടെ വെളിച്ചം ഇരുളായി മാറുന്നു എന്നുള്ളതാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നത്. എഫേസ്യ ലേഖനത്തിൽ 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നു: മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചം. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ നിങ്ങൾ കർത്താവിൽ വെളിച്ചമാകുന്നു. ഇരുളിന്റെ അനുഭവങ്ങളിലേക്കോ വഴിമാറി ഗതിമാറി സഞ്ചരിക്കാനല്ല, മറിച്ച് കിട്ടിയിരിക്കുന്ന താലന്തുകളെ, കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ, കിട്ടിയിരിക്കുന്ന സാധ്യതകളെ മറ്റുള്ളവരുടെ വെളിച്ചത്തിലേക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയുമ്പോഴാണ് എന്നിലും നിന്നിലൂടെയും വെളിച്ചം, ശരീരം വെളിച്ചമായി വിളക്കായി പ്രകാശിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞു. പരിശുദ്ധനായ യോഹന്നാൻ മത്തായിയെ കുറിച്ച് യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം മറ്റൊന്നുമല്ല. അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായി. അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. അനീതികളുടെ നടുവിൽ നീതിബോധത്തോടെ ജീവിച്ച വിളക്കിന്റെ ധർമ്മം യോഹന്നാൻ മത്തായി വളരെ ശക്തമായി ഉപയോഗിക്കുന്നുണ്ട്. അനീതികളുടെ ലോകത്തിൽ നീതിപൂർവ്വം ജീവിച്ച യോഹന്നാൻ മത്തായിയുടെ ജീവിതശൈലി എനിക്ക് നിങ്ങൾക്ക് കടമെടുക്കേണ്ടി വരും. ഇന്ന് ലോകമെങ്ങും നോക്കിയാൽ ആധ്യാത്മിക തലങ്ങളിലും സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലും
മാത്രമേ വിളക്കിനെ വെളിച്ചമാക്കി തീർക്കുവാനായിട്ട് കഴിയൂ. വിളക്കിനെ വെളിച്ചമാക്കി തീർക്കുവാനായിട്ട് കഴിയും. എല്ലാ വിളക്കുകളും പ്രകാശിക്കുന്നു. പക്ഷെ ആ വെളിച്ചത്തിന്റെ സാധ്യതകളെ മറ്റുള്ളവർക്ക് അനുഗ്രഹകരമായി തീരണമെന്നുണ്ടെങ്കിൽ ഈ നീതിപൂർവമായ ഇടപെടലുകൾ, നീതിബോധത്തിന്റെ ജീവിതശൈലി നമുക്ക് എപ്പോഴും ഉണ്ടാക്കിയെടുത്തേ മതിയാവും. ധാർമ്മികതയുടെ പക്ഷം പിടിച്ച ഒരു വലിയ പ്രവാചക ശബ്ദമാണ് യോഹന്നാൻ മാർത്താവ്. ധാർമ്മികതയുടെ പക്ഷം പിടിച്ച ഒരു വലിയ പ്രവാചക ശബ്ദമാണ് യോഹന്നാൻ മാർത്താവ്. ആ പ്രവാചക ധർമ്മം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഏറ്റവും ആവശ്യം. നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത് ഇത് തന്നെ. നമ്മുടെ ജീവിതത്തിന്റെ ബന്ധങ്ങളിൽ ധാർമ്മികത നഷ്ടപ്പെട്ടു. അവിടെ ഞാൻ നിങ്ങളും ഒരു തിരുത്തായി മാറേണ്ടത് ഏറ്റവും ഇന്നിൻ്റെ അനിവാര്യമാണ്. നമ്മുടെ സാധ്യതകൾ പലപ്പോഴും നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അവരുടെ നീതി പലപ്പോഴും നമുക്ക് നീതിയായി സുഖകരമല്ലാത്തത്, നമുക്ക് സുഖകരമല്ലാത്തത് പലപ്പോഴും ചെയ്യുവാനോ ചെയ്യിപ്പിക്കുവാനോ അതിലേക്ക് ലക്ഷ്യം വെക്കുവാനോ നമുക്ക് ഇഷ്ടമല്ലാതെ വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ആധുനിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സാഹചര്യം. അവിടെ നിന്ന് നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാകും. ഈ തിരിച്ചറിവിലൂടെ ലോകത്തെ പ്രകാശിപ്പിക്കുവാനും ചെറിയ കാര്യങ്ങളിലെങ്കിലും നമുക്കൊന്ന് ആ നീതിപൂർവമായ ഇടപെടലുകൾ നടത്തുവാൻ കഴിയുമ്പോൾ നമ്മുടെ ജീവിതം അർത്ഥസമ്പുഷ്ടമായി തീരും. യേശുക്രിസ്തു എന്നോടുകൂടെയുണ്ട് എന്നുള്ളതാണ് നമ്മെ ഈ നീതിബോധത്തിലേക്ക് അടുപ്പിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന തത്വം എന്ന് പറയും. പലപ്പോഴും നമ്മൾ നീതിക്ക് വേണ്ടി വാദിക്കുമ്പോൾ, നമ്മൾ ന്യായത്തിന് വേണ്ടി വാദിക്കുമ്പോൾ ഒറ്റപ്പെടലുകൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ക്രൈസ്തവ ജീവിതത്തിന്റെ അനിവാര്യതയാണ് ഒറ്റപ്പെടലുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കൽ പോലും ഈ ഒറ്റപ്പെടലുകളും ശൂന്യമാക്കപ്പെടലുകളും ഒന്നും കണ്ട് വേവനാക്കപ്പെടേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ എപ്പോഴും ഇത് ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്നു എന്നുള്ളതാണ് സാധ്യത. കൂടെ നിന്നവരെ ഒറ്റപ്പെടുത്തു യേശുക്രിസ്തുവിനെ, അല്ലേ? അതാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ എപ്പോഴും വെല്ലുവിളി നിറഞ്ഞതാണ് എന്ന് പറയുന്നതിന് കാരണം. ക്രൈസ്തവ ജീവിതം എപ്പോഴും വെല്ലുവിളികളുള്ളതാണ് എന്ന് പറയുന്നതിന് കാരണം ഇതാണ്. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരായി ചേർത്ത് നിർത്തിക്കൊണ്ടുപോയത്, പക്ഷേ അവരിൽ ഒരുവൻ കുറ്റക്കാരനായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ യേശുക്രിസ്തുവിന്റെ സ്നേഹവും നീതിയും എങ്ങനെയാണ് ഇവനെ കൂടി അന്ത്യാത്താഴത്തിൽ പങ്കെടുപ്പിച്ചു എന്നുള്ളത്. തന്റെ അത്താഴവിരുന്നിൽ തന്റെ അനുഗ്രഹകരമായ എല്ലാ സാധ്യതകളിലേക്കും ഈ യൂദായെ പോലും പങ്കെടുപ്പിക്കുന്നതായിരുന്നു അഗമ്യമായ സ്നേഹവും അഗമ്യമായ നീതിപൂർവമായ ഇടപെടലുകളും എന്നുള്ളത്. ഇതാണ് യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ നീതിപൂർവമായ ആരാധന ഔദാശിക ജീവിത ശൈലി എന്ന് പറയും. പലപ്പോഴും നമുക്കുണ്ടാകുന്നത് എന്താണ്? ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ ഒന്നുകിൽ നമ്മൾ ഒറ്റപ്പെടും, അല്ലെങ്കിൽ നമ്മൾ ആ ശത്രുവിനെ പകച്ച് എന്നേക്കുമായി ഇല്ലാതാക്കുവാനായിട്ടുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. അതല്ല നമുക്കുണ്ടാകേണ്ടത് എന്ന് വളരെ സാന്ദർഭികമായി ഓർമ്മിക്കട്ടെ. അങ്ങനെയുള്ള ജീവിത ശൈലിയല്ല നമ്മൾ കടമെടുക്കേണ്ടത്. മറിച്ച് യൂദായെ പോലെ ഒറ്റുകാരനായി ഞാൻ ജീവിച്ചാൽ പോലും എന്നെയും സ്നേഹിക്കുന്ന ഒരു യേശുക്രിസ്തുവിന്റെ സാധ്യതകൾ എൻ്റെ വലതുപക്ഷത്തുണ്ട്, വലതുഭാഗത്തുണ്ട് എന്നുള്ള ഒരു വലിയ ബോധ്യം നമുക്കുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ഒറ്റുകാരനായി ജീവിക്കാനുള്ള നിയോഗമല്ല ഉണ്ടാകേണ്ടത്. മറിച്ച് ഏത് ബലഹീനതകളിലാണെങ്കിലും
ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. പക്ഷേ നീ നിൽക്കുന്ന ഇടം നീതിപൂർവമായിരിക്കും. നീ നിൽക്കുന്ന സ്ഥലം നീതിപൂർവമുള്ളതായിരിക്കണം. നിന്റെ ഇടപെടലുകൾ മൂല്യബോധത്തോടുകൂടിയുള്ളതായിരിക്കണം. നിന്റെ വെളിച്ചം സഭയുടെ ആരാധന അനുഷ്ഠാനങ്ങളിലൂടെ ഈ ലോകത്തിന് വേണ്ടി വിളക്കായി തീരുന്ന ഒരു ശൈലിയിലൂടെ ജീവിക്കുന്നതായിരിക്കണം. ഈ സാധ്യതകളെല്ലാം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ ക്രിസ്തുവിന്റെ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ അനർത്ഥമായി തീരുകയുള്ളൂ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. രക്ഷിപ്പാൻ കഴിയാവുന്ന എൻ്റെ കയ്യിൽ മുറുതായിരിക്കും. വീണ്ടും വിലാപഭവനത്തിൽ പറയുകയാണ്, കരയേണ്ട, ഞാൻ നിന്നെ ആശ്വസിക്കും. ലോകത്ത് ഒരു നേതാവിനും ലോകത്തിന് ഒരു ശക്തിക്കും ഇതുപോലെയുള്ള ഒരു വാഗ്ദാനത്തെ കൊടുക്കുവാൻ കഴിയുകയില്ല. ഇനിയൊന്ന് സാധ്യതയില്ല. യേശുക്രിസ്തു കരയേണ്ട എന്ന് പറയുമ്പോൾ അതിന് അനുഗ്രഹകരമായ പ്രതീക്ഷ. കാരണം നിന്റെ എല്ലാ വാതിലും ഞാൻ അടയ്ക്കുകയും ഒരുപക്ഷെ നിന്റെ പ്രിയപ്പെട്ടവരുടെ മരണം, നിന്റെ വേർപാട്, ആ വേർപാട് നിനക്ക് ഒരുപാട് ദുഃഖമുണ്ടാക്കാം, കരയുന്നതിനാകാം. പക്ഷേ എങ്കിലും ഞാൻ നിന്നോട് പറയുന്നു, നീ കരയേണ്ട, നിനക്ക് വേണ്ടിയുള്ളത് ഞാൻ കരുതി. ലോകത്തെ ഒരു ഗവൺമെന്റിനും ഇതുപോലെ വാഗ്ദാനം ചെയ്യാൻ കഴിയും. ലോകത്തെ ഒരു രാഷ്ട്രീയ നേതാവിനും ഇതുപോലെ വാഗ്ദാനം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് വിലാപഭവനത്തിൽ വന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയ പിതാക്കന്മാരൊക്കെ ഈ വേദഭാഗം ഉപദേശിക്കുവാൻ തക്കവണ്ണം ഇടയാണ്. ആത്മീയ പിതാക്കന്മാരും വൈദികരും അല്ലെങ്കിൽ സുവിശേഷകരും ഒക്കെ ഈ വേദഭാഗം എടുത്തുകൊണ്ട് ജനങ്ങളെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാണ്. എനിക്കും കരയേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ കരയേണ്ട എന്ന് പറയുന്നതിന്റെ സാധ്യതകളെ നൽകുവാൻ കഴിയുകയും, പക്ഷേ കരയേണ്ട എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിന്റെ പ്രഘോഷകനാകുവാൻ കഴിയും. ഈ ലോകത്തിൽ യേശുക്രിസ്തുവിന്റെ പ്രഘോഷകനാകുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയും. അതാണ് എന്നിലൂടെ ഉണ്ടാകേണ്ട സുവിശേഷം. അതാണ് എന്നിലൂടെ ഉണ്ടാകേണ്ടതായ നല്ല വാർത്ത. അതാണ് ഈ ലോകത്തിന് കൊടുക്കേണ്ടതായ വെളിച്ചം എന്ന് നാം തിരിച്ചറിയണം. കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, യേശുക്രിസ്തുവിന്റെ പ്രഘോഷകനാകുവാൻ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകും. വിലാപഭവനത്തിൽ മാർത്തയും മറിയയും ആശ്വസിപ്പിക്കുകയാണ്. കരയേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുന്ന സ്വർഗസ്ഥനായ ആശ്വാസദായകനായ ഒരു ദൈവം. ഈ ദൈവത്തെ എന്നിലൂടെ, നിങ്ങളിലൂടെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ കഴിയുമ്പോഴാണ് എൻ്റെ വെളിച്ചം ഇരുളാകാതെ ഇരിക്കുന്നു. എൻ്റെ വെളിച്ചം ഇരുളാകാതെ ഇരിക്കുന്നു. എങ്ങനെയാണ് കരയേണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ കഴിയുന്നത്? നിരന്തരമായ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ, നിരന്തരമായ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലൂടെ എനിക്ക് യേശുക്രിസ്തുവിനെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ കഴിയും. നിരന്തരമായ ആരാധന അനുഭവങ്ങളിലൂടെ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ കഴിയും. നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക്, പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിന് ഈ ലോകത്തിൽ മൂല്യബോധമല്ലാത്തത് ചെയ്യുവാനായിട്ട് ഇടയാവുകയില്ല. മാതാപിതാക്കളെ ഉപേക്ഷിക്കുവാനായിട്ട് ഇടയാവുകയില്ല. കുഞ്ഞുങ്ങളുടെ നൊമ്പരങ്ങളെ കാണാതിരിക്കുവാനായിട്ട് ഇടയാവുകയില്ല. സമൂഹത്തിലെ പതിതരുടെ, ദരിദ്രരുടെ നിലവിളി കേൾക്കാതിരിക്കുവാൻ ഇടയാവുകയില്ല. കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, എന്റെ വാക്കുകൾ ചെറുപ്പം ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എന്നെയും നിങ്ങളെയും ഒരു വെളിച്ചത്തിന്റെ ഉറവിടമാക്കി തീർക്കുവാനാണ് യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത്. വെളിച്ചത്തിന്റെ ഉറവിടമാക്കി തീർക്കുവാനാണ് യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത്. അതായത് ഞാൻ നൽകിയ വെളിച്ചം നിങ്ങളിലൂടെ അനേകർക്ക് പ്രകാശമായി. നമ്മൾ ചെന്ന് കയറുന്ന ഭവനവും നമ്മൾ
വസിക്കുന്ന ഭവനവും നമ്മൾ മുഖാന്തരം പ്രകാശിക്കും. അത് 1-2 ദിവസം കൊണ്ടുണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതല്ല. നിരന്തരമായി നമ്മുടെ ജീവിതത്തിൻ്റെ സാധ്യതകളിലൂടെയാണ് നമ്മളത് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നു. നിരന്തരമായ നമ്മുടെ ഇടപെടലുകളിലൂടെയാണ് ഈ അനുഗ്രഹത്തെ ജീവിതത്തിൽ കൊണ്ടുപോകുവാൻ ഇടയാകേണ്ടത് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ഒരു ദിവസം കൊണ്ട് പ്രകാശിക്കുവാൻ നമുക്ക് കഴിയില്ല. ഒരായുസ് മുഴുവൻ നമുക്ക് പ്രകാശമായി തീരേണ്ട ഉത്തരവാദിത്വമാണ് ഉള്ളത്. നമുക്കറിയാം, നമ്മുടെ മുമ്പിലുള്ള ഈ നിലവിളക്ക് തിരികൊളുത്തുമ്പോൾ തീജ്വാലയുണ്ടാകും. പക്ഷേ അതിനെ ശക്തമായി ഒന്ന് ഊതിക്കെടുത്തുമ്പോൾ അത് കെട്ടുപോകും. ഈ ലോകത്തിൽ നമ്മൾ വെളിച്ചമായി നിൽക്കുമ്പോൾ ചില കാറ്റുകൾ അവിടെയുടെ ആഞ്ഞടിക്കും. ഒരുപാട് കാറ്റുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ആഞ്ഞടിക്കും. ഒരുപാട് പേമാരികൾ വന്ന് പെയ്തിറങ്ങും. അപ്പോഴൊക്കെ കെട്ടുപോകാനുള്ളതല്ല എൻ്റെ നിങ്ങളിലെ വെളിച്ചം എന്ന് തിരിച്ചറിയും. ഒരുപാട് ശക്തമായ മഴകളുടെ സാധ്യതകൾ വന്ന് ആഞ്ഞടിക്കും. കൊടുങ്കാറ്റുകൾ വന്ന് ആഞ്ഞടിക്കും. അപ്പോഴൊക്കെ കെട്ടുപോകാനുള്ളതല്ല, നശിച്ചു പോകാനുള്ളതല്ല എൻ്റെ നിങ്ങളുടെയും വെളിച്ചബോധം എന്നുള്ളത് തിരിച്ചറിയും. സൂര്യൻ അതിനൊരു വലിയ ഉദാഹരണം. ഒരുപാട് പ്രകൃതി ശക്തികൾ ഈ സമൂഹത്തിലുണ്ട്. പക്ഷെ സൂര്യൻ ഇന്നും പ്രകാശിച്ചുകൊണ്ടിരിക്കും. സൂര്യനെന്നും അത് പ്രകാശിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ജോലി, അതിൻ്റെ കർമ്മം, അതിൻ്റെ ഉത്തരവാദിത്വം ഈ ലോകത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കും. എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ഈ ഉത്തരവാദിത്വത്തെ കൊടുക്കുവാൻ കഴിയുമ്പോഴാണ്, ഇത് നിറവേറ്റുവാൻ കഴിയുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല വ്യക്തിയായി ജീവിക്കുവാനാണ് കഴിയും. ഈശ്വരന് പ്രിയപ്പെട്ടവനായി നമുക്കിടയായി, ഈശ്വരന് ദൈവത്തിന് പ്രിയപ്പെട്ടവരായി നമുക്ക് ജീവിക്കുവാൻ കഴിയണം. നമ്മുടെ ചുറ്റുപാടുകൾക്ക് പ്രിയപ്പെട്ടവരാകുന്നത് പോലെ തന്നെ അതിനോടൊപ്പം തന്നെ പരമപ്രധാനമാണ് ഈശ്വരന് പ്രിയപ്പെട്ടവരാണ്. പ്രാർത്ഥിക്കുന്നതിലൂടെ മാത്രമല്ല പ്രിയപ്പെട്ടവനാകുന്നത്, നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ, ആരാധനാ ജീവിതത്തിലൂടെ ഇടപെടുന്നതിലൂടെ മാത്രമല്ല ഈശ്വരന് നാം പ്രിയപ്പെട്ടവരാകുന്നത്. ഈശ്വരന് പ്രിയപ്പെട്ടവരാകണമെങ്കിൽ, ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരായി തീരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കർമ്മമാണ് പ്രധാനം. നമ്മുടെ കർമ്മം ഏത് വിധത്തിലൂടെ ചലിക്കുന്നുവോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട അനുഭവം ഉണ്ടാക്കിയത്. കർമ്മത്തിൻ്റെയും അടിസ്ഥാനം ഹൃദയം തന്നെ. ഹൃദയം നിറഞ്ഞു കഴിയുന്നല്ലോ വായ പ്രസ്ഥാനം. അതുകൊണ്ട് നമ്മുടെ അനുഗ്രഹങ്ങൾ നമ്മുടെ കർമ്മം കണ്ടാൽ അറിയാം നമ്മുടെ ഹൃദയത്തിലുള്ളത് എന്താണ്. നമ്മുടെ പ്രവൃത്തി കണ്ടാൽ അറിയാം നമ്മുടെ മനോഭാവം എന്താണ്. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയിലൂടെ മനോഭാവത്തെ ഈ ലോകത്തിന് തിരിച്ചറിഞ്ഞു കൊടുക്കുവാൻ ഉള്ള ഒരു അനുഭവത്തെ നമുക്ക് വിഫലമാക്കിക്കളയണം. ആ പ്രവൃത്തിയിലൂടെ ദൈവത്തിന്, ഈശ്വരന് പ്രിയപ്പെട്ടവനായി, പ്രിയപ്പെട്ടവളായി വളരുമ്പോൾ എൻ്റെ നിങ്ങളുടെയും വെളിച്ചം ഇരുളാകാതെ ഇരിക്കുന്നത് എന്നാണ് തിരിച്ചത്. ഭഗവത്ഗീതയിൽ ഭക്തിയോഗത്തിൽ അതിൻ്റെ 12-ാം അധ്യായത്തിലെ 13-14 ശ്ലോകങ്ങൾ വളരെ അർത്ഥസമ്പുഷ്ടമാണ്. അവിടെ ഇപ്രകാരം ആ ശ്ലോകം വായിക്കുന്നു: അദ്വേഷ്ട സർവഭൂതാന മൈത്രാ കരുണ ഏവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖ ക്ഷമി സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മയർപ്പിത മനോമുഖ യോ മേ ഭക്താ സമേ പ്രിയ. ഇതിൻ്റെ അർത്ഥം ഇത്ര മാത്രമായിരുന്നു: ഒരു ജീവിയോട്
വിദ്വേഷമില്ലാത്തവനും എല്ലാറ്റിനോടും സ്നേഹവും കരുണയുമുള്ളവനും എന്റേതെന്ന വിചാരവും ഞാനെന്ന ഭാവവും ഇല്ലാത്തവനും സുഖദുഃഖങ്ങളെ തുല്യമായി കരുതുന്നവനും ക്ഷമാശീലനും സദാ സന്തുഷ്ടനും ഏകാഗ്രചിത്തനും ആത്മനിയന്ത്രണവും നിശ്ചയദാർഢ്യമുള്ളവനും മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിച്ചവനുമായ എൻ്റെ ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവൻ. ഒരു ജീവിയോടും വിദ്വേഷമില്ലാത്തവനും എല്ലാറ്റിനോടും സ്നേഹവും കരുണയുള്ളവനും എന്റേതെന്ന വിചാരവും ഞാനെന്ന ഭാവവും ഇല്ലാത്തവനും സുഖദുഃഖങ്ങളെ തുല്യമായി കരുതുന്നവനും ക്ഷമാശീലനും സദാ സന്തുഷ്ടനും ഏകാഗ്രചിത്തനും ആത്മനിയന്ത്രണവും നിശ്ചയദാർഢ്യമുള്ളവനും മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിച്ചവനുമായ എൻ്റെ ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, എൻ്റെ വാക്കുകളെ ഇവിടെ ഞാൻ ഉപസംഹരിക്കട്ടെ. നമ്മൾ മനുഷ്യനും ദൈവത്തിന് പ്രിയപ്പെട്ടവരായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവർ. എന്നിലുള്ള വെളിച്ചം ഇരുളാകുവാൻ സൂക്ഷിക്കുമ്പോൾ അവിടെയാണ് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർത്തിയാക്കുവാനും ഭംഗിയാക്കുവാനും ഇടയാണ്. മാതാപിതാക്കളോടുള്ള നമ്മുടെ സ്നേഹബന്ധം, കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ കരുണ സാമീപ്യം, ഇത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. സഭയുടെ ഔദാശിക ജീവിതത്തിൽ അണുവിട മായം ചേർക്കാതെ, തെറ്റാതെ, അതിൽ നിഷ്ഠയോടെ, ആത്മസമർപ്പണത്തോടെ, ആത്മതപനം ചെയ്ത് ജീവിക്കും. സമൂഹവുമായിട്ടുള്ള ബന്ധത്തിൽ ദരിദ്രന്റെ നിലവിളി നാം കാണാം. സമൂഹത്തോടുള്ള ബന്ധത്തിൽ സമൂഹത്തിന് എന്താണ് ആവശ്യം തിരിച്ചറിയുന്നത്. ശാന്തമായി ഇടകൈ ചെയ്തത് വലങ്കൈ അറിയാതെ, വലങ്കൈ ചെയ്തത് ഇടകൈ അറിയാതെ ചെയ്തു തീർക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ ഞാൻ ഈ ലോകത്തിൻ്റെയും സഭയുടെയും കുടുംബത്തിൻ്റെയും വെളിച്ചമായി തീരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിലേക്ക് വിളിച്ചെടുപ്പിക്കട്ടെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഈ പറഞ്ഞ പ്രകാരം